ഇസ്രായേലിനെതിരെ പടക്കോപ്പ് കൂട്ടി ഇറാൻ. യുദ്ധഭീതിയിൽ പശ്ചിമേഷ്യ. വെടിനിർത്തൽ കരാർ കൊണ്ട് ഇറാനെ പിന്തിരിപ്പിക്കാനാകുമോ? പശ്ചിമേഷ്യ വീണ്ടും ആശങ്കയുടെ നിഴലിലാണ്. നാളെ കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ചർച്ച. അത് ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ചും ബന്ദികളുടെ മോചനം സംബന്ധിച്ചുമൊക്കെയാണ്. ആ ചർച്ചയ്ക്ക് മുന്നോടിയായി ഒരു പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇറാൻ കാത്തുവച്ചിരിക്കുന്ന ഒരു ആക്രമണം ഏത് നിമിഷവും ഉണ്ടാവുമെന്നൊരു ആശങ്കയിൽ മുൾമുനയിൽ ഇസ്രായേലിനെ നിർത്തുന്ന ഒരു ആക്രമണം അതിനു മുന്നോടിയായി, അതായത് ഇന്നോ നാളെയോ ആയി അത്തരമൊരു ആക്രമണം ഉണ്ടാകുമെന്നൊരു അന്തരീക്ഷം ഇസ്രായേലിലുടനീളമുണ്ട്. പശ്ചിമേഷ്യയിലെ നേതാക്കളുടെയൊക്കെ പ്രസ്താവനകളിൽ അത്തരമൊരു ആശങ്കയുടെ സാഹചര്യം കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ ഈ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ സംഭാഷണം തുടങ്ങുന്ന സമയത്ത് പ്രധാനപ്പെട്ട 20ഓളം എയർലൈനുകൾ അവരുടെ സർവീസുകൾ റദ്ദ് ചെയ്തിരിക്കുകയാണ്. അതും അനിശ്ചിതകാലത്തേക്ക്. ഈ ഒരു സാഹചര്യം, ആശങ്കയുടെ ഭീതിയുടെ സാഹചര്യം എപ്പോൾ ഒഴിയും എന്നൊരു മുൻകൂട്ടി പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അവർ അനിശ്ചിതമായി സർവീസുകൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. 2 ആഴ്ചയ്ക്ക് മുൻപാണ് ഹമാസിൻ്റെ മേധാവിയും മുൻ പ്രധാനമന്ത്രിയുമായ ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയത്. ഇതിന് പ്രതികാരമായ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. പക്ഷേ അതെപ്പോഴുണ്ടാവും, എങ്ങനെ ഉണ്ടാകുമെന്ന് പറയാതെ ഈ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയായിരുന്നു. ആ ആക്രമണം ഉടൻ ഉണ്ടാകും എന്നതാണ് പറയുന്നത്. അതിന് അങ്ങനെയൊരു ആശങ്കയുടെ മുൾമുനയിൽ സൈന്യത്തെയും മൊത്തം ഒരു രാഷ്ട്രീയ വൃത്തത്തെയും നിർത്തുക എന്നതിനപ്പുറം ഒരു ആക്രമണത്തിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്, അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദം അവർക്കുമേൽ ചെലുത്തിയിരുന്നു. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര നേതാക്കളെല്ലാം, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാമർ, അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് ഇപ്പോൾ പോകരുത് എന്നാവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അവർ തന്നെ അത് തള്ളിക്കളഞ്ഞു. നിങ്ങൾ ഈ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് അവർ തള്ളിക്കളഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു അറ്റത്ത് ചെന്ന് നിൽക്കുമ്പോൾ അത്തരമൊരു ആക്രമണത്തിലേക്ക് പോകാനുള്ള സാധ്യത എത്ര കണ്ടുണ്ട്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറാനിൽ വെച്ച് ഇങ്ങനെ ഹമാസ് നേതാവ് കൊല്ലപ്പെടുമ്പോൾ ഇത് ചെയ്തത് ഇസ്രയേലാണെന്ന് ഈ നിമിഷം വരെ ഇസ്രയേൽ സമ്മതിച്ചിട്ടില്ല. ഇത് ഇസ്രയേലാണ് ചെയ്തതെന്ന് മറ്റെന്തെങ്കിലും തെളിവുമില്ല. ഇറാൻ ആരോപിക്കുന്നു, അത് ഇസ്രയേൽ തള്ളിക്കളയുന്നുമില്ല, കൺഫേം ചെയ്യുന്നുമില്ല. ഇതാണ് സാഹചര്യം. ഇതിനു മുൻപ് കഴിഞ്ഞ ഏപ്രിൽ സിറിയയിൽ എംബസിക്ക് നേരെ ഇസ്രയേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നു, ഇറാൻ എംബസിക്ക് നേരെ. അന്ന് ഒരു ദിവസത്തേക്കുള്ള ഒരു വലിയ ആക്രമണം ഉണ്ടാകുന്നു, വലിയ യുദ്ധം ഉണ്ടാകുമെന്ന ഒരു സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യ മാറുന്നു. പക്ഷേ ഒറ്റ ദിവസത്തെ ആക്രമണത്തിന് ശേഷം ഇറാൻ പിന്മാറുകയാണ്. ഇനിയൊരു ആക്രമണം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ആക്രമിക്കൂ എന്ന രീതിയിൽ. പക്ഷേ അതിനുശേഷമാണ് ഈ ഹമാസ് നേതാവിൻ്റെ കൊലപാതകം നടക്കുന്നത്. ഇപ്പുറം ലെബനനിൽ വെച്ചിട്ട് ഹിസ്ബുള്ള നേതാവിൻ്റെ കൊലപാതകം നടക്കുന്നു. ഇതെല്ലാം വലിയ രീതിയിൽ ഇസ്രയേലിൻ്റെ ഒരു ആക്രമണം, തങ്ങളെ നേരിട്ട് ആക്രമിക്കുകയാണ് ഇസ്രയേൽ എന്ന തോന്നൽ ഇറാനുണ്ട്. ഈ സാഹചര്യത്തിൽ യുദ്ധം ചെയ്തേ മതിയാകൂ എന്ന കൃത്യമായ തീരുമാനം, രാഷ്ട്രീയ തീരുമാനം ഇറാനുണ്ട്. അതൊരു സമ്മർദ്ദ തന്ത്രം അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ വാർ എന്നതിനപ്പുറത്തോട്ട് കായികമായി തന്നെ ഒരു യുദ്ധത്തിലേക്ക് അവർ പോകും എന്ന് തന്നെയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉള്ളത്. ഈ 5 രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയെല്ലാം ഇറക്കി. അതിനോട് ഇറാൻ്റെ പ്രതികരണം, ഇത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അറിയാതെയാണ് നിങ്ങൾ ഈ രീതിയിലുള്ളൊരു പ്രതികരണം നടത്തുന്നത് എന്നാണ്. ഏറ്റവും ഒടുവിൽ സ്റ്റാമർ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ഈ പുതിയ പ്രസിഡന്റിനെ മസൂദ് പെസഷ്കിയാൻ, പുതിയ പ്രസിഡന്റിനെ, ഇറാൻ പ്രസിഡന്റിനെ ഫോണിൽ സംസാരിച്ചപ്പോഴും പറഞ്ഞത്, ഇത് ഞങ്ങളുടെ റൈറ്റാണ്, ഞങ്ങളുടെ അവകാശമാണ് ഇങ്ങനെ ഒരു തിരിച്ചടി നൽകാനുള്ളത്. കാരണം അത്രത്തോളം ഞങ്ങളിലേക്കൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതായത് ഒരു സൈക്കോളജിക്കൽ വാർ എന്നതിനപ്പുറത്തോട്ട് ഒരു യുദ്ധത്തിന് ഇറാൻ കോപ്പുകൂട്ടുന്നുണ്ട്. ഇസ്രയേലിൻ്റെ സൈന്യം പറയുന്നു ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് അവർ സമ്മതിക്കുകയാണ്. അമേരിക്കൻ ഇൻ്റലിജൻസ് പറയുകയാണ്. ഈ 2 ഇൻ്റലിജൻസും ലോകത്തെ ഏറ്റവും ശക്തമായ ഇൻ്റലിജൻസ് സംവിധാനമാണ്. അവരത് പറയുന്നു എന്ന് വെച്ചാൽ കൃത്യമായ ഒരു ആക്രമണം ഇറാൻ നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഗാസയിലെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ച, അത് ഈജിപ്തിലാണോ എവിടെയാണോ നടക്കുന്നത്, സിറിയയിലാണോ നടക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ വ്യാഴാഴ്ച, നാളെ കഴിഞ്ഞ് അങ്ങനൊരു ചർച്ച നടക്കുകയാണ്. അതിലൊരു പക്ഷേ ഒരു വെടിനിർത്തൽ എന്ന രീതിയിലേക്ക് കാര്യം പോവുകയാണെങ്കിൽ, ഗാസയിലെ വിഷയത്തിൽ ഇസ്രയേൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ ഒരു പക്ഷേ ഇറാനെ ഏതെങ്കിലും രീതിയിൽ ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതങ്ങനെ ഒരു തീരുമാനം മാത്രമായിരിക്കും. ഒരു ശക്തമായ ഒരു നല്ല വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രയേൽ
വരികയാണെങ്കിൽ മാത്രമേ ഇറാനെ ഈ നിലവിലെ സാഹചര്യത്തിൽ പിന്തിരിപ്പിക്കാൻ പറ്റൂ എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ. ഈ വിഷയത്തിൽ ഇറാനിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെസഷ്കിയാനുമായി നേരിട്ട് ഈ ലോക നേതാക്കളിൽ പലരും, നേരത്തെ പറഞ്ഞ ഇമ്മാനുവൽ മാക്രോൺ ഉൾപ്പെടെയുള്ളവരൊക്കെ നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, സ്റ്റാമർ വിളിച്ച് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. പെസഷ്കിയാൻ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു വലിയ ആക്രമണത്തിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല എന്നൊരു നിലപാടാണ് എടുക്കുന്നത്. പക്ഷേ അവിടെ ശ്രദ്ധേയമായ കാര്യം ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖംനേയി ആവശ്യപ്പെട്ടിരിക്കുന്നത് നോക്കൂ, ഈ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി, അവർ കരുതുന്നതിനേക്കാൾ വലിയ തിരിച്ചടി നൽകണം എന്നാണ് പരമോന്നത നേതാവായിട്ടുള്ള ഖമനേയി പറയുന്നത്. ഖമനേയിയുടെ വാക്കുകളെ അവരുടെ സൈന്യം അതേപടി ഏറ്റെടുത്തു കഴിഞ്ഞു. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാം, ഏപ്രിൽ 13-നും 14-നും നടത്തിയ ആ ആക്രമണത്തെക്കാൾ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാനാണ് തീരുമാനമെന്ന് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് നിലവിൽ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അവർ ഖമനേയി പറയുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് നോക്കിയാൽ ആ സൂചനകൾ എന്തായാലും വളരെ ശക്തമായി നിലനിൽക്കുമ്പോൾ തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു ചില വിവരങ്ങൾ വരുന്നത്. ആദ്യം ഇത് പറഞ്ഞത് US പ്രതിരോധ സെക്രട്ടറി ആയ ലോയിഡ് ഓസ്റ്റിൻ ആണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സൂചനയുടെ തൊട്ടു പിന്നാലെയാണ് പല തരത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും ഒക്കെ പശ്ചിമേഷ്യൻ തീരത്തേക്ക് അയക്കുകയാണ് എന്ന് US തന്നെ സ്ഥിരീകരിച്ചു. ഇതിന് തൊട്ട് പിന്നാലെ വൈറ്റ് ഹൗസിന്റെ സുരക്ഷാ ഉപദേഷ്ടാവും അങ്ങനെ ഒരു വിവരം നൽകി. ജോൺ കിർബി പറഞ്ഞത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം നൽകിയ സൂചന ഈ ആഴ്ച തന്നെ അത്തരത്തിലൊരു ആക്രമണം വന്നേക്കാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ സമാധാന ചർച്ചകൾ നടക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു ദിവസം എന്ന നിലയ്ക്ക് നാളെ അല്ലെങ്കിൽ ഇന്ന് കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായേക്കാം എന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടത് അങ്ങനെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ലോയിഡ് ഓസ്റ്റിൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട്. ഏത് തരത്തിലുള്ള ആക്രമണം തടയാനും അതിനെ പ്രതിരോധിക്കാനും ഒക്കെ US സൈന്യം സജ്ജമാണ്. ഇസ്രയേലിന് ആ തരത്തിലുള്ള ഒരു പിന്തുണ നൽകും എന്നത് അപ്പോൾ തന്നെ അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. ആ സ്ഥിരീകരണത്തോടെയാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു ആക്രമണത്തിന് ഈ ഒരു ദിവസം, ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സംശയം, ഒരു സമാധാന കരാർ വരെ അവർ കാത്തിരിക്കുമോ, അതോ അവരുടെ നേതാവിനെ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ വധിച്ചതിന് അവരെ അത്തരത്തിൽ അവരുടെ മേൽ കടന്നു കയറിയതിന് ഒരു മറുപടി നൽകുമോ, അതിലേക്ക് കാത്തിരിക്കുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ എന്തായാലും മൊത്തത്തിലുള്ളൊരു സാഹചര്യം എപ്പോൾ വേണമെങ്കിലും ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതാണെന്ന് തോന്നുന്നു. ഈ ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ട 31-ന് ശേഷമുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇറാന്റെ ഒന്നുകിൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നായിരിക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നായിരിക്കും ഒരാൾ വന്ന് ഈ വിഷയത്തിൽ ഒരു ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകും, ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറയുന്നു. അതായത് ഓരോ നിമിഷവും ഇത് എപ്പോൾ ആക്രമണം ഉണ്ടാവും, എങ്ങനെ ആക്രമണം ഉണ്ടാകും എന്നറിയാത്ത വിധത്തിൽ ഇസ്രായേൽ സൈന്യത്തെ, ഇസ്രായേൽ ഭരണ സംവിധാനത്തെ മുഴുവൻ പ്രതിരോധത്തിലാക്കേണ്ട. സത്യത്തിൽ അവരെ മാത്രമല്ല, പശ്ചിമേഷ്യയിൽ ഇങ്ങനെ ഒരു സംഘർഷാന്തരീക്ഷം ഇനിയും ഉണ്ടായാൽ അത് പല രീതിയിലുള്ള അലയൊലികൾ ലോകത്തൊട്ടാകെ ഉണ്ടാക്കും. അപ്പോൾ ആ രീതിയിൽ അത് ലോകത്തെ മുഴുവൻ ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. സൈനികമായി വലിയ കരുത്തുള്ള രാജ്യമാണ് ഇസ്രയേൽ. പക്ഷെ അപ്പോഴും അമേരിക്കയുടെ ഉൾപ്പെടെ പിന്തുണയില്ലാതെ ഇങ്ങനൊരു വലിയ യുദ്ധത്തിലേക്ക് ഇസ്രയേലിന് പോകാൻ പറ്റില്ല. നിലവിൽ ഇസ്രയേലിലെ സാഹചര്യം ഈ ബന്ദികളെ മോചിപ്പിക്കാത്തതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നം ഈ സർക്കാരിനെതിരെ ഉണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് തന്നെ വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അവിടെ സർക്കാർ നമുക്കറിയാം അസ്ഥിരമാണ്. ഒരു 3 വർഷത്തിനിടയിൽ മാറി മാറി സർക്കാർ വന്നുകൊണ്ടേയിരുന്നു. കൂട്ടുകക്ഷിയാണ്, പ്രതിപക്ഷത്ത് നിന്നാൾ പിന്നീട് ഭരണപക്ഷത്തേക്ക് വരുന്നു. ആ രീതിയിൽ മാറി മാറി സർക്കാർ ഉണ്ടാകുന്നു. ആ രാഷ്ട്രീയ അസ്ഥിരതയും ഇസ്രയേലിലുണ്ട്. കൃത്യമായി ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യവും ഇസ്രയേലിനുണ്ട്. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഈ പശ്ചിമേഷ്യയൊക്കെ എപ്പോഴും യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും രാഷ്ട്രീയ താല്പര്യങ്ങളെ കൂടി ആശ്രയിച്ചാണ് പശ്ചിമേഷ്യയിലെ ഈ യുദ്ധവും യുദ്ധ സാഹചര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ഈ ഒരു ഇലക്ഷൻ, ഇന്ത്യയിലൊരു ഇലക്ഷൻ വരുമ്പോൾ കശ്മീർ ഒക്കെ ഒരു വിഷയമായി വരുന്നത് പോലെ തന്നെ അമേരിക്കയിൽ ഒരു തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഈ പശ്ചിമേഷ്യയൊക്കെ ഒരു പ്രധാന വിഷയമായി കൊണ്ടുവരുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയം കൂടിയുണ്ട്. അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. നിലവിൽ ഉള്ള ഡെമോക്രാറ്റുകളുടെ സർക്കാർ അതൊരു യുദ്ധത്തിന് സത്യത്തിൽ അവർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. ആ പാർട്ടിയിൽ തന്നെ 2 വിഭാഗങ്ങളുണ്ട്. യുദ്ധത്തെ ശക്തമായി എതിർക്കുന്ന ഒരു വിഭാഗം ആ പാർട്ടിയിലുണ്ട്. ബൈഡന്റെ പിറകിൽ അങ്ങനെ ഒരു വിഭാഗം തന്നെയുണ്ട്. എന്നാൽ ട്രംപാണ് സർക്കാർ ഉണ്ടാക്കുന്നതെങ്കിൽ മറ്റൊരു സാഹചര്യം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്, അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അവിടുത്തെ വരുന്ന സർക്കാരുകൾ ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമായി ഒക്കെയും ഈ പശ്ചിമേഷ്യയിലെ ഇറാന്റെ ആക്രമണം, ഇസ്രയേലിനെ കൂടെ നിൽക്കുക, സഖ്യകക്ഷിയായ ഇസ്രയേലിനൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്ന് ഓസ്റ്റിൻ പറയുന്നതൊക്കെ ആ രീതിയിലുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്താണ്. അപ്പോൾ ഈ
ഈ അമേരിക്ക എത്രത്തോളം പിന്തുണയ്ക്കും എന്നതെല്ലാം ഇസ്രയേലിന് ഇറാനെതിരെ ഒരു ആക്രമണം മുന്നോട്ട് വയ്ക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതവർക്ക് സാധിക്കുമോ എന്നതാണ് ഇപ്പോൾ ഒരു യുദ്ധം. അത് താങ്ങാൻ ഒരു രാജ്യത്തിനല്ല, നമുക്കറിയാം ഉക്രൈൻ റഷ്യ യുദ്ധമൊക്കെ ഇത്രയും വർഷമായി മാസങ്ങളായി ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. അതിൻ്റെ തിക്തഫലങ്ങൾ എല്ലാ രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ഒരു യുദ്ധം പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ചും പെട്രോൾ പോലെ ഇന്ധന കാര്യങ്ങളിലെല്ലാം ഒരു ഉക്രൈൻ അല്ലെങ്കിൽ റഷ്യ യുദ്ധത്തെക്കാൾ വലിയ രീതിയിൽ ബാധിക്കും നമ്മളെല്ലാവരെയും. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാനുള്ള എല്ലാവിധ നീക്കങ്ങളും ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ഗാസയിൽ ഇപ്പോൾ ഇസ്രായേൽ എടുക്കുന്ന നിലപാടിനോടൊന്നും അമേരിക്കയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഒരു സഖ്യകക്ഷി എന്ന നിലയിൽ ഒരു പ്രശ്നം വന്നാൽ അവർക്കൊപ്പം നിൽക്കേണ്ടത് അമേരിക്കയുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ആദ്യം തന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്ന സൂചനകൾ കിട്ടി തുടങ്ങിയപ്പോൾ തന്നെ അവർക്ക് പരിപൂർണ പിന്തുണയുമായി മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇനിയുള്ള ഈ 2 ദിവസം ഗാസയിലെ പ്രശ്നപരിഹാരം എന്ന് പറയുന്ന ഈ മണിക്കൂറുകൾക്കകം വരുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം വരെ പിടിച്ചു നിർത്താൻ, ഈ സാഹചര്യത്തെ പിടിച്ചു നിർത്താൻ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് കഴിയുമോ എന്നതാണ് സത്യത്തിൽ നമ്മൾ കാത്തിരിക്കേണ്ടത്. എന്തായാലും അടുത്ത ഒരു 48 മണിക്കൂറെങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു യുദ്ധം ലോകത്തിനൊട്ടും ഗുണകരമായ ഒരു കാലമല്ല കടന്നു പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ പ്രതിഫലനങ്ങളൊന്നും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും ദുരിതവും കഷ്ടപ്പാടും ഒക്കെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഒരു രാജ്യത്തിനൊക്കെ വലിയ രീതിയിൽ പ്രത്യാഘാതങ്ങൾ ഇങ്ങനെയൊരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ അത് നമ്മളെയൊക്കെ കാര്യമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ അടുത്ത 48 മണിക്കൂർ നിർണായകമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു സൈക്കോളജിക്കൽ വാറായി നിൽക്കണം എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതൊരു സൈക്കോളജിക്കൽ വാർ മാത്രം യുദ്ധമുനയിൽ എത്തിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരു സൈക്കോളജിക്കൽ വാറിനപ്പുറത്തേക്ക് ഇതൊരു ഫിസിക്കൽ വാറായി മാറാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ICL Finco, the intelligent choice.